ഹായ്, നമ്മളെവിടെ പോണ്? നീ എന്താണ് ദിയാപ്പി നോക്കണേ? ഓ ജെറ്റ് പോണ്, ജെറ്റ് ജെറ്റ്. അമ്മ എവിടെ പോണ്ട? എവിടെ പോണ്? സ്വിമ്മിംഗ് പൂളിലൊന്ന് ചാടല്ലേ ഗൈസ്? അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കാന്തല്ലൂർക്കാണ്. കാന്തല്ലൂർക്ക് വിത്ത് കസിൻസ് ആൻഡ് ഫാമിലി. ഞങ്ങൾ മൊത്തം 6 ഫാമിലിയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു വണ്ടിയിൽ 2 ഫാമിലി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ പാഴ്സലെല്ലാം ലോഡ് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത്. രാവിലത്തെ ഫുഡ് പെരുമ്പാവൂർ അപ്സരയെന്നാണ് കേട്ടോ. അപ്സരയെന്ന് നല്ല പൊറോട്ടയും മട്ടൻ്റെ ലിവറുമാണ് താങ്ങിയത്. സ്വിമ്മിംഗ് പൂളിന്റെ ബാക്കിലാണ്. സ്വിമ്മിംഗ് പൂളിന്റെ ബാക്കിലടി, എന്റെ ബാക്കിൽ സ്വിമ്മിംഗ് പൂൾ. കാണിച്ചരാന്നേ. നല്ല മുരുമുരാന്ന് മുരിഞ്ഞ പൊറോട്ടയും മട്ടൻ്റെ ലിവറും മുട്ടക്കറി, ഇടിയപ്പം, സാദാ അപ്പം, അങ്ങനെ മിക്സ് ചെയ്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ പൊറോട്ടയും മട്ടൻ്റെ ലിവറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളൊരു മുട്ട കഴിക്കണമെന്നപ്പോൾ എനിക്കും ഒരാഗ്രഹം. അങ്ങനെ ഞാനും ഒരു മുട്ട മാത്രമായിട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്സരയിൽ നിന്ന് ഇറങ്ങി. അപ്സരയിൽ അന്നും ഇന്നും മാറ്റമില്ലാത്ത ഒറ്റ കാര്യം അവരുടെ ഈ കളർ തീമാണ്. അമ്മ ഫുഡ് കഴിച്ചോടാ? ഇഷ്ടപ്പെട്ടാ? ഗുഡ് ഫുഡായിരുന്നോ? എന്താ ദിയാപ്പി ഉറക്കം വരുന്നുണ്ടല്ലേ? എവിടെ ചാടണ? സ്വിമ്മിംഗ് പൂള് എത്തട്ടെ. മട്ടൻ്റെ ലിവറും പൊറോട്ടയാണ് താങ്ങിയത്. പൊറോട്ട ഒരു 3-4 താങ്ങിയിട്ടുണ്ട്. ഉച്ചക്ക് വരെ അതുണ്ടാവും. ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതാണ് പൊറോട്ടയുടെ ഗുണം. നല്ല ചൂട്, നല്ല ക്രിസ്പി പൊറോട്ട. 4 താങ്ങി, ഒന്നും നോക്കിയില്ല. പിന്നെ ചായ ഒരു ആവറേജ് ആയിരുന്നു അല്ലേ? എനിക്ക് പൊറോട്ട ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഗൈസ്. എന്താ ഇവിടെ അല്ലല്ല, ഈ പുള്ളിയാണ് ഇറങ്ങണോന്ന് പറഞ്ഞത്. ദിയ ബാക്കി എല്ലാരും പോലെ ഒന്ന് ഇരിക്കുക അടങ്ങി. വാ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എല്ലാരും കണ്ടോ? വെള്ളച്ചാട്ടം വെള്ളം ചാടേ. വെള്ളച്ചാട്ടം
അല്ല നമുക്ക് വേണേ അയച്ചു കൊടുക്കാം. അതന്നെ മുത്തിക്കണ ക്യാമറ വന്നിട്ട് രണ്ടൊക്കെ മേത്തേക്ക് അങ്ങനെ അൽഫാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി അടിക്കുന്ന സീനാണ് ഈ കാണുന്നത്. കുട്ടികൾക്കൊക്കെ നേരത്തെ കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും മുതിർന്നവരെല്ലാവരും വട്ടുവരുന്നിട്ട് ഒരു കനത്ത മത്സരമായിരുന്നു. കഴിഞ്ഞ ഇലക്ഷന് പോലും ഇത്രയും കനത്ത മത്സരം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ പതുക്കെ ഒരു ഓഫ് റോഡ് മോഡിൽ നിന്നൊക്കെ ഇറക്കി സാധാ ഒരു നോർമൽ റോഡിലേക്ക് എത്തി. ഞങ്ങൾ കസിൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കസിൻസ് തമ്മിൽ ചേരുമുള്ള വൈബ് അറിയാലോ. പ്രത്യേകിച്ച് എല്ലാവരും മാരീഡാണ്, എല്ലാവരും കപ്പിൾസാണ്. വന്ന സ്ഥിതിക്ക് എവിടെയെങ്കിലും കയറാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാം ഹൗസിലാണ് കയറിയത്. അവരുടെ വീട്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഫാമാണ്. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ലേഡീസിനൊക്കെ ഒരുപാട് താല്പര്യമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കയറിയത്. ചെടികൾ, ഫ്രൂട്ട്സ്, അതന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കാനൊക്കെ പറ്റിയിട്ടോ അവിടെ നിന്ന്. ഇത് ഡ്രാഗൺ അല്ല, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അല്ല. ഇത് ബ്ലാക്ക്ബെറി. I also know English, you know. Guide പോലെ ഇത് വന്നിട്ട് ബലൂൺ ഇല്ലാണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഭംഗി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പിള്ളേരല്ലേ പോണത്.
അതിനകത്ത് ആ ആ ആ ഇത് ഒലിവ് ഒലിവിന്റെ ഞാൻ ഫസ്റ്റ് ബെൽറ്റ് ഇട് ഞാൻ ആരട്ടെ ബെൽറ്റ് ഇട് എന്നെ മേത്തിട്ടോ ബെൽറ്റ് ആ ചാടി പോകുന്നില്ല പറയാൻ പറ്റില്ല നീ പോക്കറ്റിന്റെ ഫോണുണ്ട് അതിന്റെ അവിടെ പോയിട്ട് പിള്ളേരൊക്കെ എടുക്കാം പോക്കറ്റിടാൻ പറ്റില്ല ഏത് സിപ്ലൈനിൽ കയറണമെന്നുള്ളൊരു അതിയായ ഒരു മോഹം ഉണ്ടായിരുന്നു. അതിമോഹമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. സംഭവമൊക്കെ നൈസായിരുന്നു. ആ തുടക്കത്തിലുണ്ടാകുന്ന ഒരു പേടി ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. നൈസായിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. അതായത് ഒരു അഡ്രിനൽ റഷ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സംഭവം പൊളിയായിരുന്നു. എൻ്റെ ഒരു ആശ നിറവേറ്റാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ആ ഒരു ഏരിയയിൽ അധികം ഹോട്ടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. ഈ ഒരു ഹോട്ടലിൽ നല്ല റഷായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ഇട്ട് മിക്സഡ് ആയിട്ട് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു. ആ ഒരു മഴ ടൈമിൽ നല്ലൊരു ജിഞ്ചർ ടീ കുടിക്കാൻ പറ്റിയിട്ടോ. ഈ ഒരു കടയിൽ നിന്ന് ജിഞ്ചർ ടീയും ചെറിയ സ്നാക്സൊക്കെ അടിച്ചു. അതിനുശേഷം പെരുമ്പാവൂരെത്തി. രാത്രി ഡിന്നർ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് എല്ലാവരും കൂടി പിരിയാൻ ആണ് അന്ന് തീരുമാനിച്ചത്. ഇവിടെ നിന്ന് അങ്ങനെ മിക്സഡായിട്ട് പൊറോട്ട ഐറ്റംസ്, റൈസ് വേണ്ടവർക്ക് റൈസ്, ഫ്രൈഡ് റൈസ്, കുട്ടികളൊക്കെ പലരും പല ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ആയ തേങ്ങാച്ചോറും ഇറച്ചിയും ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നൈസായിട്ട് ഇവിടുന്ന് പാക്കപ്പ് പറയണം. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഈ ഒരു 2 ദിവസത്തെ പരിപാടിയുടെ ലാസ്റ്റ് സ്പോട്ട് ഇവിടെയാണ്. ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളെല്ലാവരും അപ്പന വഴികളിലേക്ക് പിരിഞ്ഞു. 2 ദിവസത്തെ ഈ ഒരു ടൂറ് വളരെ മെമ്മറബിളായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്നേക്കുമായി എൻ്റെ ഒരു മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം.